ദിവസേന 10,000-കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന തൃശൂർ ചാലക്കുടി പാലത്തിന് ഗുരുതര ബലക്ഷയമെന്ന് കണ്ടെത്തൽ. ദേശീയപാത അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ബലക്ഷയം വ്യക്തമായതോടെ പാലം അടച്ചിടാനും അറ്റകുറ്റപ്പണി നടത്താനും തീരുമാനിച്ചു. ഇതിനോടകം ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ചാലക്കുടിയിൽ പാലം അടയ്ക്കുന്നത് കനത്ത തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. അരനൂറ്റാണ്ടിലേറെക്കാലം പഴക്കമുള്ള ചാലക്കുടി പാലത്തിന് ഗുരുതര ബലക്ഷയം ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച കൺസൾട്ടൻസി നടത്തിയ സാങ്കേതിക പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. 1972 നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു നൽകിയ പാലത്തിന്റെ ബെയറിംഗുകൾക്കാണ് തകരാറെന്നും മുൻകാലങ്ങളിലും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നതായും NHAI അറിയിച്ചു. 6 മാസത്തിലൊരിക്കൽ നടക്കുന്ന പരിശോധനയിൽ ബലക്ഷയം സ്ഥിരീകരിച്ചതോടെയാണ് പാലം അടച്ചിടാനും വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കാനും തീരുമാനിച്ചത്. ചാലക്കുടിക്കുള്ള തെക്ക് ഭാഗത്തുനിന്നുള്ള ഏക ആശ്രയമായ ഈ പാലം അതിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്കത് അത്യാവശ്യമാണ്. പക്ഷേ ഈ പ്രത്യേകത ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ ഈ ദേശീയോത്സവങ്ങളുടെ ഡേറ്റുകൾ ഉൾക്കൊള്ളുകൊണ്ട് ഇതൊന്ന് മാറ്റി, അതായത് ഇത് കഴിഞ്ഞിട്ട് പാലം അടയ്ക്കണമെന്നൊരു അഭ്യർത്ഥന എല്ലാ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് ഈ വാർഡ് 22 കൗൺസിലറുടെ കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്നും ഞാൻ റിക്വസ്റ്റ് ആയിട്ട് വെക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ 1 മാസം പാലം പൂർണ്ണമായും അടച്ചിടും. പുഴയ്ക്ക് കുറുകെ എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്കുള്ള ദിശയിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുക. ഈ സമയത്ത് ഇരുദിശയിലേക്കുമുള്ള ഗതാഗതം കിഴക്കുവശത്തെ പുതിയ പാലത്തിലൂടെ തിരിച്ചുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ദേശീയപാത മീഡിയനുകൾ പൊളിച്ചുമാറ്റി റോഡ് ബലപ്പെടുത്തുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. അതേസമയം ദേശീയപാതയിൽ തന്നെ കൊരട്ടയിൽ മേൽപ്പാല നിർമ്മാണവും ചിറങ്ങര, മുരിങ്ങൂർ, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ അടിപ്പാത നിർമ്മാണവും നടക്കുന്നതിനാൽ ചാലക്കുടിയിൽ വലിയ ഗതാഗതക്കുരുക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇതിനു പുറമെ പാലം കൂടി അടയ്ക്കുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകുമെന്നാണ് ചാലക്കുടി നിവാസികളുടെയും ദൈനംദിന യാത്രക്കാരുടെയും ആശങ്ക. ന്യൂസ് മലയാളം, തൃശൂർ.